തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിവസമാണ് റബീഉൽ അവ്വൽ 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ നിങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ ആലോചിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നതിനേക്കാൾ പിന്നെ ആരുടെ വഫാത്താണ് നമുക്ക് പ്രയാസകരമായത് എന്ന്. അത് നബിയോടുള്ള സ്നേഹം മജ്ജയിലും മാംസത്തിലും വികാരത്തിലും വിചാരത്തിലും ഒക്കെ അലിഞ്ഞു ചേർന്ന ആൾക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയും. നമുക്കെന്ത് പ്രയാസം വരുമ്പോഴും നമുക്ക് ഓർക്കാനുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. അവിടുന്ന് ഒരു ദിവസം പെട്ടെന്ന് വഫാത്തായതല്ല, പിന്നെയോ കുറേയായി അതിൻ്റെ സൂചനകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹിജറ 3-ാമത്തെ വർഷം ശവ്വാൽ 8-ാം തീയതി ശനിയാഴ്ച ഉഹുദ് യുദ്ധം നടന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിൽ വീണു. ആളുകൾ പറഞ്ഞു വരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന്. അന്ന് സൂറത്തു ആല ഇംറാനിലെ 144-ാമത്തെ ആയത്തിറങ്ങി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് റസൂൽ മാത്രമാണ്, കുറേ റസൂലുമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില, അവിടുന്ന് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻഖലബത്തും അലാ അഖാബിക്കും, നിങ്ങൾ അങ്ങ് പിന്തിരിഞ്ഞു പോവുകയാണോ എന്ന് നബിയുടെ മരണത്തെ പറ്റിയാണ് പറയുന്നത്. ആളുകൾ റസൂലുള്ള വഫാത്തായി എന്ന് കേട്ട് യുദ്ധക്കളം വിട്ടോടുകയാണ്. ആ സമയത്താണ് എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കുന്നു റമളാനിൽ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ. തലേ വർഷം 10-ാമത്തെ വർഷം റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. എല്ലാ വർഷവും റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുവരെ ഇറങ്ങിയ എല്ലാ ആയത്തുകളും ഒന്ന് ഓതിക്കേൾപ്പിച്ച് എല്ലാം ക്ലിയറാക്കി വെക്കും. 10-ാമത്തെ വർഷം റമളാനിൽ റസൂലുള്ള വഫാത്താകുന്നതിൻ്റെ തലേ റമളാനിൽ 22 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എല്ലാം ഓതിക്കേൾപ്പിക്കുകയുണ്ടായി. 3 ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജാണ്. അതിൽ ഖുതുബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗമുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലഅല്ലി ലാ അഹുജ്ജു ബഅദ അമ്മി ഹാദാ, ഇന്നത്തെ ദിവസത്തിന് ശേഷം, ഈ ഹജ്ജിന് ശേഷം ഞാൻ ഒരു പക്ഷേ ഹജ്ജ് ചെയ്യാനുണ്ടാവുകയില്ല. ലഅല്ലി ലാ അൽഖാകും ബഅദ അമ്മി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടി എന്ന് വരില്ല. ജംറയിൽ എറിയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ദാ എല്ലാവരും പഠിച്ചോളി, ഹജ്ജ് കർമ്മങ്ങൾ പഠിച്ചോളി, ഞാൻ ഒരു പക്ഷേ ഇനി ഉണ്ടാകണമെന്നില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, മുആദേ, നമ്മൾ ഇനി കണ്ടോളണം എന്നില്ല, എന്റെ ഖബറിനരികിലൂടെ നീ നടന്നുപോയി എന്ന് വരും എന്ന്. അല്ലാഹു അക്ബർ. സൂറത്തുൻ നസ്ർ ഇറങ്ങി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എല്ലാവരും സന്തോഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. എന്താ കാരണം? ഇത് നബിയുടെ മരണവാർത്തയാണ്. കാരണം ഇസ്ലാം പൂർത്തിയാവുകയാണ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടുകയാണ്. അപ്പൊ നബിന്റെ അത്യാവശ്യമില്ല, ഇതൊരു മരണവാർത്തയാണെന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. മാഇദയിലെ 2-ാമത്തെ ആയത്തിറങ്ങി. ദാ 3-ാമത്തെ ആയത്തിറങ്ങി. ഇന്ന് ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് മുഴുവനാക്കി തന്നു. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു ഇത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. കാരണം ലൈസ ബഅദൽ കമാലി ഇല്ലൽ ലുക്സാൻ, പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അപൂർണതയാണ് വരാനുള്ളത്. എല്ലാം തികഞ്ഞാൽ പിന്നെ കായ്കനികളൊക്കെ വന്നാൽ പിന്നെ മരങ്ങൾ ഉണങ്ങുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇസ്ലാം പൂർത്തിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വിടവാങ്ങാൻ സമയമായി എന്നാണ് അർത്ഥം. ഇന്നക മയ്യിത്തുൻ, നീ മരിക്കും, ഇന്നഹു മയ്യിത്തുൻ, അവരും മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ പറ്റിയുള്ള നേരിട്ടുള്ള ആയത്താണ് ഇറങ്ങിയത്. അല്ലാഹു അക്ബർ. 11-ാമത്തെ വർഷം സഫർ മാസം തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ 70 ആളുകൾ കൊല്ലപ്പെട്ട് ഷഹീദുകളായി അവിടെ അടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണ്. അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വന്നിട്ട് മിമ്പർമ കയറിയിട്ട് പറഞ്ഞു, അന ഫർത്തുക്കും, ഞാൻ നിങ്ങളുടെ മുമ്പേ പോകുന്നവനാണ്, ഞാനാണ് ഞാൻ ആദ്യം മരിക്കാൻ പോണത്. അന ഫർത്തുക്കും, ഞാനിതാ എൻ്റെ ഹൗദിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിക്ക് നൽകപ്പെടുന്ന അന്ത്യനാളിലെ ഹൗദുൽ കൗസർ, അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. സഫർ മാസം പകുതിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീയിലേക്ക് പോയി. ജന്നത്തുൽ ബഖീ എന്നാണ് ആളുകൾ പറയല്. ജന്നത്ത് എന്ന് പറയുകയാണെങ്കിൽ സ്വർഗ്ഗാകണം, സ്വർഗത്തിലാണെങ്കിൽ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ, ഇവിടെയല്ല സ്വർഗം. അതുകൊണ്ട് ബഖീ എന്ന് പറഞ്ഞാൽ മതി. ബഖീഉൽ ഗർഖദ്, ആ ഖബറിസ്ഥാൻ, മദീന പള്ളിയിലെ മസ്ജിദ് നബവിയുടെ മുന്നിലെ ഖബറിസ്ഥാൻ നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ടുണ്ടാകും. അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉടനെ കൂടെ പോകണം, എന്നിട്ട് കബറടക്കണം, മണ്ണ് വാരിടണം, തസ്ബീത്ത് ചെല്ലണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിയഹ്നാലക്കും, നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി, സുഖായി, ഞങ്ങൾക്ക് വളരെ പ്രയാസത്തിലാണ്. അക്ബലത്തിൽ ഫിത്നകൾ വന്നുകൊണ്ടിരിക്കുന്നു. റസൂലാണ് പറയുന്നത്. റസൂലിന്റെ ആ കാലത്ത് പോലും ഫിത്നകളുണ്ട്. ഫിത്ന ഉള്ളിലാണ്, പുറത്തുണ്ട്. അവനവന്റെ ആൾക്കാരിന്ന് ഫിത്നകൾ, കുരിരുട്ടുള്ള രാത്രിയിലെ ഇരുട്ട് പോലെ ഫിത്നകൾ വന്നുകൊണ്ടിരിക്കുന്നു, തുടരെയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനബിക്കും ലാഹിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച ഒരു ജനാസയിൽ പങ്കെടുത്തു. 23 വയസ്സായി. പല ആളുകളും കാണാം ജനാസയിലൊന്നും കൂടാതെ പള്ളിക്ക് കാത്തിരിക്കണം, അല്ലെങ്കിൽ അങ്ങാടി കാത്തിരിക്കണം. ജനാസയുടെ കൂടെ പോകണം, അതാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ആ ജനാസ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ, വെയിലൊക്കെ കൊണ്ട് മടങ്ങി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിശക്തമായ തലവേദന. എന്തൊരു തലവേദന എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖമാവുകയാണ്. മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അന്ന് താമസിക്കേണ്ടത്. അദ്ദേഹം അവിടുന്ന് ചോദിച്ചു, നാളെ ഞാൻ എവിടെയാണ്? അപ്പൊ മനസ്സിലായി ഇനി അനങ്ങാൻ വയ്യ. ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഒരു ദിവസം ഇവിടെ, അടുത്ത ദിവസം വേറെ, അടുത്ത ദിവസം അടുത്ത ഭാര്യന്റെ അടുക്കൽ. എങ്ങനെയാണ് നിയമം? നബി സല്ലല്ലാഹു വയ്യ, ഇനി എന്ത് ചെയ്യും? അപ്പൊ അവര് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ താമസിക്കാം. ബുദ്ധിയും വിവേകവും തന്റെ ഇടവും ആരോഗ്യവും കൂടുതലുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് രണ്ടാളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് വെച്ച് കാലങ്ങനെ മണലിങ്ങനെ വര ആക്കിക്കൊണ്ട് പോവുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ റുഖിയ ചെയ്തു. മന്ത്രം, ഇസ്ലാമിൽ മന്ത്രമുണ്ട്, മന്ത്രവാദമില്ല. ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഒക്കെ ഓതി, കയ്യിലൂതി മേലാകെ തടവിക്കൊടുത്തു, പ്രാർത്ഥിച്ചു രോഗശമനത്തിന് വേണ്ടി. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മ. നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം ആ പ്രാർത്ഥനകളെല്ലാം. അള്ളാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വിശ്രമിക്കുവാനുള്ള അവസരമാണ്. റബീഉൽ അവ്വൽ 7-ാം തീയതി ബുധനാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 കിണറുകളിൽ നിന്ന് ഓരോ കുടം വെള്ളം കൊണ്ടുവരണം, അതിൻ്റെ മൂടി മൂടണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ അതെല്ലാം ഒഴിച്ചു. നല്ല പനിയും തലവേദനയൊക്കെ ഉണ്ട്. അസുഖം മാറാനുള്ള ഒരുപാട് ചികിത്സകൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. തിബ്ബുൻ നബവി എന്ന പേരിൽ അതിൽ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ വായിക്കാനും പഠിക്കാനും ഉപയോഗിച്ചു നോക്കുവാനും നമുക്ക് അവകാശമുണ്ട്. അത് നമ്മുടെ ഒരു സമ്പത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാശ്വാസം തോന്നി. ആശ്വാസം തോന്നിയപ്പോൾ ഉടനെ പള്ളിക്ക് കയറി, എന്നിട്ട് മിമ്പർമ കയറി അവിടുന്ന് സംസാരിച്ചു. ദീർഘമായി സംസാരിച്ചു. ലഹുർ നിസ്കരിച്ചിട്ട് വീണ്ടും സംസാരിച്ചു. ഒരുപാട് വസിയ്യത്തുകൾ നൽകി, അവിടുന്ന് നൽകി, ഉപദേശങ്ങൾ നൽകി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുധനാഴ്ച ഒരു നിറഞ്ഞ ദിവസമാക്കി മാറ്റി. 8-ാം തീയതി വ്യാഴാഴ്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചവർക്ക് വേറെ സ്ഥലവും മറ്റൊക്കെ കൊടുക്കണം. അപ്പോൾ സത്യവിശ്വാസികൾ താമസിക്കുന്നൊരു സ്ഥലമായി മദീനയെ നിങ്ങൾ ആര് ഇവിടെ വിരുന്ന് വന്നാലും അവരെ സ്വീകരിക്കണം. നമ്മളെ ചില ആൾക്കാരൊക്കെ പുതിയൊരാളെ കണ്ട മാറിയപ്പോഴും എന്താ ചോറ് കഴിച്ചോന്ന് ചോദിക്കേണ്ടി വരുമല്ലോ, ചായ കുടിക്കല്ലേ ചോദിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആകരുത്. വിരുന്നുകാരെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്.
ദൗത്യസംഘങ്ങളിൽ നിന്ന് വരുന്നത് പട്ടിണി കിടന്നിട്ട് വിഷമിച്ച് വേദനിച്ച് കുഴിഞ്ഞ കണ്ണുകളുമായി ഒട്ടിയ വയറുമായി തേഞ്ഞ ചെരുപ്പുമായി ഒക്കെയാണ്. അപ്പൊ അവരൊക്കെ കഷ്ടപ്പെട്ട് മർദ്ദനം അനുഭവിച്ചു വരികയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെയൊക്കെ നമ്മൾ നന്നായി സ്വീകരിക്കണം. പൂസുലാനാണ്, പുതുമുസ്ലിമാന്ന് പറഞ്ഞ് അവർക്ക് ഇറക്കാൻ കത്ത് കൊടുക്കുന്നതല്ല ചെയ്യേണ്ടത്, ഉഷാറാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഉള്ള ഉപദേശങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. മഗ്രിബ് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഇമാമത്ത് നിന്നു. ഓതിയത് വൽ മുർസലാത്ത് 1.5 പേജ്. നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും വലിയ പള്ളികളിലും ഒക്കെ തന്നെ വലിയ ഇമാമാണെങ്കിൽ തന്നെ കുലിയായുൽ കാഫിറൂൻ ഖുലുല്ലാഹു ഇദാ ജാ, അങ്ങനെയല്ല, നന്നായി ഓതണം. അവിടുന്ന് 1.5 പേജ് വന്ന് ഒരു റക്അത്തിൽ ഓതുകയാണ്. അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഓത്തു കൂടുമ്പോൾ എന്ന് ബേക്കെന്ന് വെച്ചടരുത്, ശാന്തമായി അതൊക്കെ അർത്ഥം ആലോചിച്ച് വളരെ രസത്തോടു ഇഷ്ടത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഇശാ നിസ്കാരത്തിന്റെ സമയമായി. ഒതുവെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് വീണു. ഉണർന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് ചോദിച്ചത് ആളുകളെ ഇശ നിസ്കരിച്ചോ എന്നാണ്. മക്കളെവിടെ, സ്വത്തെവിടെയൊന്നുമല്ല, ഇശ നിസ്കരിച്ചോ? ഇല്ല, അവര് അങ്ങയെ കാത്തിരിക്കുകയാണ്. വീണ്ടും ഒതുവെടുത്തു, വീണ്ടും ബോധം കെട്ട് വീണു. അപ്പോഴും എഴുന്നേറ്റപ്പോ ചോദിച്ചു. 3-ാമത്തെ പ്രാവശ്യവും ഒതുവെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയും. നിർബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് ഇമാമായി. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശം അഹ്സിനുല്ലന്ന ബില്ലാഹ്, അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കണേ. വയനാട്ടിലേതോ യുവാവ് മരിക്കുമ്പോ ഇനി ആ കുടുംബത്തിന് ആരും ഉണ്ടാവില്ല എന്നുള്ള ബേജാറാന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരാണ് ഉണ്ടായിരുന്നത്? അവിടുത്തെ പ്രബോധന ജീവിതത്തിൽ തല്ലും പിടിയും വഴക്കും വക്കാണവും അങ്ങോട്ടൊന്നുമില്ലാതെ ഇങ്ങോട്ട് മാത്രം, ശകാരവും ആട്ടും തുപ്പും ഒക്കെ ഏറ്റ്. അല്ലാഹു സൂറത്തുൽ ശറഹിൽ എന്താ പറഞ്ഞത്? അലം നശ്റഹ് ലക സദ്റക് വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. എന്താ പറഞ്ഞത്? അലം യജിദ്ക യതീമൻ ഫഅവ. നീ യതീമായി, അല്ലാഹു നിങ്ങൾക്ക് അഭയം നൽകി. വവജക ളല്ലം ഫഹദാ, വഴിയില്ല അറിയാത്തവനായിരുന്നു, വഴി കാണിച്ചു തന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം അഹ്സിനുല്ലന്ന ബില്ലാഹ്, അല്ലാഹനെ പറ്റി നല്ലത് വിചാരിക്കണം. ഏതൊരു മരണമോ ദുഃഖമോ ദുരിതമോ ഉണ്ടായാലും ശരി, അല്ലാഹു അതുകൊണ്ട് നന്മയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നന്മ, അവിടെയും നന്മ. എല്ലാവരും ഇവിടുന്ന് പോകും വേണേ, ഭൂമി കാലിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത തലമുറക്ക് ഇവിടെ ജീവിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഉണ്ടാവും. വല്യാപ്പാന്റെ വല്യാപ്പൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ എവിടെ താമസിക്കുക? അഹ്സിനുല്ലന്ന ബില്ലാഹ്. നമുക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ഓർക്കുക, അല്ലാഹു നല്ലതേ ചെയ്യൂ. അത് നമുക്ക് ഇവിടെ നല്ലതാണ്, അവിടെയും നല്ലതാണ്. ഇവിടെ നല്ലതല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിലും അവിടെ പരലോകത്ത് നമുക്ക് ഗുണമാണ്. അഹ്സിനുല്ലന്ന ബില്ലാഹ്. അല്ലാഹു അക്ബർ. 10-ാം തീയതി ശനിയാഴ്ച ളുഹർ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ചെന്നു. അവിടെ നിസ്കാരം നടക്കുകയാണ്. ഇമാമ് മാറാനൊരുങ്ങി. മാറണ്ട എന്ന് പറഞ്ഞു, കൈയാണിച്ചു. ഇടതുവശത്ത് ഇരുന്നു. അപ്പൊ നബി ഇമാമായി. പക്ഷെ ഇരുന്നിട്ടാ നിസ്കരിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കെ ഏറ്റു പറഞ്ഞു, ശബ്ദമൊന്നും കാര്യമായിട്ടില്ല. അങ്ങനെ അവസാനത്തെ ഒരു ജമാഅത്ത് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. 11-ാം തീയതി റബീഉൽ അവ്വൽ, 11-ാം തീയതി, അല്ലാഹു അക്ബർ, ഞായറാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. അടിമകൾ ഉണ്ടായിരുന്നു, എല്ലാവരെയും മോചിപ്പിച്ചു. അടിമകളെല്ലാം മോചിപ്പിച്ചു. സ്വത്തൊക്കെ ദാനം ചെയ്തു. 9 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. എത്ര സ്വത്ത്? 7 ചാക്ക അല്ല, 7 കോടിയല്ല, വെറും 7 നാണയം, 7 ദീനാർ. അത് ദാനം ചെയ്തു. യുദ്ധ ഉപകരണങ്ങളെല്ലാം പട്ടാളക്കാർക്ക് വിതരണം ചെയ്തു. രാത്രി ആവുകയാണ്. വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. വിളക്ക് കത്തിക്കാൻ ആ രാജാവിന്റെ വീട്ടിൽ, ലോകരാജാവിന്റെ വീട്ടിൽ, അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ എണ്ണയില്ല. മഹദി ആയിഷ രോഗിയെ അവിടെ വെച്ചിട്ട് അയലോക്കത്ത് പോയിട്ട്
എണ്ണ വായ്പ വാങ്ങി വന്നു. നമ്മുടെ നാട്ടിൽ പറയും, ബദരീങ്ങളെ പേരെഴുതി വെച്ചാല് പട്ടിണി ഉണ്ടാവൂല, വിഷമം ഉണ്ടാവൂല. ബദരീകളുടെ നേതാവാണ് ആ കിടക്കുന്നത്. കോളറ ഉണ്ടാവൂല, അതുണ്ടാവൂല. 2 ബദരീകൾ കോളറ ബാധിച്ചിട്ടാണ് മരിച്ചത്. ആളുകളോട് പറഞ്ഞു കൊടുക്കണം ഈ കഥയൊക്കെ. അങ്ങ് താമസിക്കുന്ന വീട്ടിൽ വിളക്കിന്റെ ആവശ്യമില്ല എന്ന് പാട്ടുപാടുന്നു ആൾക്കാർ. റസൂലുള്ള താമസിക്കുന്ന വീട്ടിൽ വിളക്ക് വേണ്ട. സൂചി കാണാതായപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ വിരലും കൊണ്ട് ഇങ്ങനെ റൂമാകെ നടന്നു. നാടകം കളിക്കണോ ഇത്? ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വിളക്കില്ലാഞ്ഞിട്ട് മഹദി അയലോക്കത്ത് പോയിട്ട് എണ്ണ വായ്പ വാങ്ങാണ് വിളക്ക് കത്തിക്കാൻ വേണ്ടി. ഇതാണ് വസ്തുത. ചരിത്രം എവിടെ കിടക്കുന്നു? കെട്ടുകഥകളും കള്ളക്കഥകളും എവിടെ കിടക്കുന്നു? പറഞ്ഞു കൊടുക്കണം, അത് സത്യമായ ചരിത്രമാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ ഗോതമ്പില്ല. പടയങ്കി പണയം വെച്ചിട്ട് ജൂതന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഗോതമ്പ് വായ്പ വാങ്ങി. ആര്? ഈ ലോകത്തിന്റെ രാജാവ്. എന്തെങ്കിലും ഒന്ന് കടം വരുമ്പോഴേക്ക്, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴേക്ക് വിഷമിക്കുന്ന, ഇല്ലാത്തതിന്റെ പേരിൽ ആകെ ചേപ്രയായി, അപമാനമായി, വിഷമായി എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥയല്ല, വസ്തുതയാണ്. അല്ലാഹു അക്ബർ. ഇങ്ങനെയാണ് അവസാനത്തെ രാത്രി റസൂലുള്ളാഹിക്ക് കടന്നു പോകുന്നത്. റബീഉൽ അവ്വൽ 12 രാവിലെ സുബഹി നിസ്കാരത്തിന്റെ സമയമായി. റസൂലുള്ളാഹിക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. എഴഞ്ഞെഴഞ്ഞ് വേച്ച് റസൂലുള്ള പള്ളിയുടെ മുന്നിലേക്ക് ചെന്നു. അതാ 10,000 ആണുങ്ങളും കുട്ടികളും സ്ത്രീകളും നിസ്കരിക്കുകയാണ്. റസൂലുള്ള ആ സന്തോഷകരമായ പുണ്യകരമായ കാഴ്ച കണ്ട് ഒന്ന് വെളുക്ക ചിരിച്ചു. സഹാബത്ത് പറയുകയാണ്, റസൂലുള്ളാഹിക്ക് സുഖമായി എന്ന വാർത്ത കേട്ട് അനുഭവിച്ച് അറിഞ്ഞ് ആ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ നിസ്കാരം തന്നെ കുഴപ്പത്തിലാകുമോ എന്ന് ഞങ്ങൾ ഭയന്നു എന്ന്. കാരണം റസൂല് വന്നിരിക്കുകയാണ്, റസൂല് ചിരിച്ചിരിക്കുകയാണ്. അവിടുന്ന് വേഗം വിരി താഴ്ത്തി കട്ടിലിൽ വന്ന് കടന്നു. അപ്പോൾ റസൂലുള്ളാഹിക്ക് അല്പം ആശ്വാസമായി എന്ന വാർത്തയാണ്. സഹാബത്ത് ഇങ്ങനെ അവിടെ പള്ളിയുടെ പരിസരത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കുറെ ദിവസമായിട്ട്. അങ്ങനെ ഓരോരുത്തരായി പോകാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ രണ്ടാമത്തെ ഭാര്യയുടെ അടുക്കലേക്ക് സുനഹയിലേക്ക് പോയി. അങ്ങനെ പലരും പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ മട്ട് മാറാൻ തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു വരുത്തി. കാതിൽ സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. വാക്കർ ബാബാ, എന്റെ വാപ്പാന്റെ വിഷമം എന്ന് പറഞ്ഞവർ കരയുകയായിരുന്നു. ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നേക്ക് ശേഷം നിന്റെ വാപ്പാക്ക് ഒരു വിഷമമില്ല. രണ്ടാമത് സ്വകാര്യം പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. അല്ലാഹു അക്ബർ. കുറച്ചു ദിവസം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ മോളെ നിന്റെ വാപ്പ നിന്നോട് പറഞ്ഞത്? നീയാണ് എൻ്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുക. ആ സന്തോഷം വാപ്പാന്റെ അടുത്തേക്ക്, വാപ്പാന്റെ ചാരത്തേക്ക്. എന്താണ് ആ സ്നേഹത്തിന്റെ ആദരവിന്റെ രീതി? അപ്പോ അതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചത്. ഹസനെയും ഹുസൈനെയും പേരക്കുട്ടികളെ വിളിച്ചു വരുത്തി ഉമ്മ കൊടുത്തു, തടവി. അവിടുന്ന് പറഞ്ഞു, യാ ആയിഷ, ലാ തസാലുൽ അഖലത്തു ലത്തി അകൽതുഹാ ബി ഖൈബറ തഫഅലു ബി. അന്ന് ഖൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ഭക്ഷണം ഇന്ന് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തലയോട്ടിയുടെ ഉച്ചി വരെ അത് എത്തിയിരിക്കുന്നു. അതെന്താ? ഖൈബർ യുദ്ധത്തിന് പോകുമ്പോ ഒരു ജൂതപ്പെണ്ണ് റസൂലിനെ സൽക്കരിച്ചു, സൽക്കാരം സ്വീകരിച്ചു. ചെന്നോ, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസഭാഗം കൊറകാണ്. അവിടെ മസാലയൊക്കെ പുരട്ടിയ കൂട്ടത്തില് ലേശം വിഷവും പുരട്ടി. റസൂൽ അത് അറിഞ്ഞില്ല. മറഞ്ഞ കാര്യം സൂറത്തുൻ നംൽ 65-ാമത്തെ ആയത്തിൽ, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയില്ല. അവിടുന്ന് അത് കഴിച്ചു. അല്പം
കൂടെ കഴിച്ച 2 സഹാബിമാർ മരിച്ചു വീണു. അപ്പൊ അറിഞ്ഞു എന്ത് വിഷമുണ്ട്. ആ കഴിച്ച വിഷമാണ് 2-3-4 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത്. അതാണ് മരണകാരണമായ അസുഖം. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിടവാങ്ങുകയാണ്. അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരം നിസ്കാരം നിസ്കാരം. നോക്കണേ, റസൂൽ അവസാനം പറഞ്ഞ കാര്യപ്പത് 5 നേരേ ഉള്ളൂ. 7 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റേ ഉള്ളൂ. എന്നിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാർക്ക് കറക്റ്റ് നിസ്കാരം കിട്ടാതെ പോകുന്നുണ്ടോ? ഇല്ലേ? കല്യാണമായി, സൽക്കാരായി, മരണമായി, അപ്പൊ ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രയോ ആൾക്കാർ അവിടെ നിൽക്കുക. ബാങ്ക് കൊടുക്കണ കേൾക്കുന്നുണ്ട്, ആണ് പോകാൻ തോന്നണില്ല. അങ്ങ് പോകണം, എന്ത് വിഷയമാണെങ്കിലും ശരി പോകണം. അസ്വലാ 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 വമാ മലക്കത്ത് അയ്മാനുക്കും. അടിമകള് സ്വത്താണ്, വിലക്ക് വാങ്ങിയതാണ്. എന്നാലും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കണമെന്ന് റസൂൽ കൽപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ പുതപ്പിട്ട് മൂടിയിട്ടുണ്ട്, ഒരു വരള്ള പുതപ്പ്. അതിങ്ങനെ ഇടക്ക് അതിന് മാറ്റിയിട്ട് അവിടുന്ന് പറയാണ്, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറ, ജൂതക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപം. എന്തേ പ്രശ്നം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ വലിയ വലിയ നബിമാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കി. ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ മുസ്ലിം സമൂഹം ഖബറുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്, ഉസ്താദുമാര് സുജൂദ് ചെയ്യുന്നത്, അതിന് പച്ചക്കൊടി കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി താക്കീത് നൽകിയതാണ്, ലാ തജഅലു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ നേർച്ച സ്ഥലമാക്കരുത് റസൂലുള്ള പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നേർച്ചകൾ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്ന സ്ഥലങ്ങൾ ഉസ്താദുമാർ മുമ്പിലുണ്ട്. പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, പട്ടിണിക്കാരുണ്ട്. പണമുള്ളവരും ആ അന്നത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ അന്നം, ആ ചോറ് വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി സൂക്ഷിക്കുകയാണ്, അസുഖം വരുമ്പോ കഴിക്കാൻ. റസൂലുള്ള താക്കീത് നൽകിയ എതിർത്ത വെറുത്ത കാര്യം. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്നവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഖബർ എങ്ങനെയാ ബിംബാവുക? ബിംബം നാട്ടി നിർത്തിയതാണ്, ഖബർ കിടക്കുന്നതാണ്. പക്ഷേ നാട്ടി നിർത്തിയ ബിംബത്തോടുള്ള പണി ഖബറിനോട് ചെയ്താൽ ഖബറിന്റെ പേര് ബിംബം എന്നാണ്. റസൂലുള്ളാഹ് അതാ പറഞ്ഞത്. സയ്യിദ് മദനി എന്താ പറഞ്ഞത്? നിങ്ങൾ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. മക്കളില്ലാത്ത ഭാര്യ, ഭർത്താവ് പറയുന്നു, വെച്ച് പേടിക്കണ്ട, നിനക്കെന്റെ ഖബറുണ്ട്. ഇതാണോ മുസ്ലിം സമുദായം? ഇതാണോ സയ്യിദുമാർ? ഇതാണോ ജാറങ്ങൾ കൊണ്ട് വരുമാനമുണ്ടാക്കുന്ന സമൂഹം? അവരുടെ നേതാവായ റസൂലുള്ള പറയുന്നത് എന്റെ ഖബറിനെ നേർച്ച സ്ഥലമാക്കരുത് എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനെ തന്റെ മടിത്തട്ടിൽ, തന്റെ മാറിടത്തിന് ചുവട്ടിൽ ചാരി നിർത്തി. ആങ്ങള അബ്ദുറഹ്മാൻ വന്നു. അളിയൻ കയ്യിൽ മിസ്വാക്കുണ്ട്, പല്ല് തേക്കുന്നത് തീമാന്റെ ഭാഗമാണ്. നന്നായി പല്ല് തേക്കണം. പല്ല് തേക്കാനുള്ള ഉപകരണം അറബികൾ ഇന്നും കൊണ്ട് കിടക്കുന്നുണ്ട്. എല്ലാ പള്ളികളുടെയും മുന്നിൽ അത് വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റസൂൽ അങ്ങനെ നോക്കി, അപ്പൊ അതെടുത്തു കൊടുത്തു. അളിയൻ പല്ല് തേക്കുന്ന മിസ്വാക്ക് എടുത്തു കൊടുത്തു. അപ്പൊ നല്ല കട്ടിയുണ്ട്, കുറച്ച് കട്ടിയതിയാണ്, ചെറുപ്പക്കാരനല്ലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അത് വാങ്ങിയിട്ട് വായിലിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കൊടുത്തു. ഇതുവരെ പല്ല് തേച്ചതിൽ വെച്ച് ഏറ്റവും ഭംഗിയായി പല്ല് തേച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഓർമ്മ പങ്കുവെക്കുകയാണ്. ഭാര്യമാരെ ഭർത്താക്കന്മാരെ അതാ അവര് പറയുകയാണ്, ഈ ഊഴമനുസരിച്ച് എന്റെ വീട്ടിൽ നിൽക്കേണ്ട ദിവസം എന്റെ മാറിടത്തിനു ചുവട്ടിൽ, എന്റെ മടിത്തട്ടിൽ വെച്ച് റസൂലുള്ളാഹി വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരും എന്റെ ഉമിനീരും അല്ലാഹു ഒരു ദിവസം ഒരുമിപ്പിച്ചു. ആ പല്ല് തേച്ചപ്പോ ആയിഷ ഇവിടെ ആ മിസ്വാക്കാണ് റസൂൽ ഉപയോഗിച്ചത്.
അത്രക്കും മനോഹരമായ മധുരതരമായ ഓർമ്മകളാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച്, ഭർത്താവിന് ഭാര്യയെക്കുറിച്ചുള്ള. നമുക്കെന്ത് ഓർമ്മയുള്ളത് മക്കളെ? നമുക്കൊക്കെ എന്ത് ഓർമ്മയാണ് നൽകാനുള്ളത്? ആലോചിച്ച് നോക്കണം. നമ്മൾ എന്താണ് ഭാര്യമാർക്ക് വേണ്ടി ചെയ്തത്? ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഓമനിക്കാൻ, ഓർമ്മിക്കാൻ, ചരിത്രമാക്കാൻ എന്താണ് നൽകിയത് എന്ന് ആലോചിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. മരണത്തിന് സകറാത്തുണ്ട്, മരണത്തിന് വെപ്രാളമുണ്ട്, മരണത്തിന് ഭീകരതയുണ്ട്, മരണത്തിന് വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. നബിയെ, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ? അതെ, രണ്ടാളുകളുടെ വേദന. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കൂലിയുണ്ടോ? അതെ. വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, കരയുന്ന മക്കളെ, സഹോദരങ്ങളെ, വയറുവേദനയാണോ, കണ്ണുവേദനയാണോ, ഹാർട്ട് ഫെയിലർ ആണോ, കിഡ്നി ഫെയിലിയർ ആണോ, വേദനക്ക് കൂലിയുണ്ട്, കൂലിയുണ്ട്. പഴിക്കരുത്, ശപിക്കരുത്, മുറുമുറുക്കരുത്, പുറപുറുക്കരുത്. എന്താ എനിക്കിങ്ങനെ ചോദിക്കരുത്. അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവെപ്രാളത്തിൽ പെടഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സൂറത്തുൽ അൻഅംത അലൈഹിം ഇല്ലേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ചേർക്കണേ. അതാരാ? നബിമാര്, സിദ്ദീഖുമാര്, ശുഹദാ, സ്വാലിഹുകൾ. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. അവിടുന്ന് അവസാനമായി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി. അല്ലാഹ് പൊറുക്കണേ, അല്ലാഹ് കരുണ കാണിക്കണേ. വലഹ്കിനി ബിർറഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ കൂട്ടുകാരന്റെ കൂടെ ചേർക്കണേ റബ്ബേ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. കൈ ഇങ്ങനെ മച്ചിന്റെ മുകളിലേക്ക്, ആ ഓലക്കുടിലിന്റെ മുകളിലേക്ക്, ഈ തപ്പലയോല കൊണ്ട് മറച്ച ആ കുടിലിന്റെ മുകളിലേക്ക് കൈ ചൂണ്ടി. അല്പം കഴിഞ്ഞ് ആ കൈ താഴേക്ക് വീണു, തല വലതുവശത്തേക്ക് ചരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അല്ലാഹുവേ, കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങൾ നിറഞ്ഞ വേദനാജനകമായ ഈ രണ്ടാഴ്ചകൾ, ഈ രണ്ടാഴ്ചകളിൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. ദുഃഖിച്ച നബിയുടെ വീട്ടുകാരും നാട്ടുകാരും സന്തോഷിക്കുന്ന നമ്മുടെ നാട്. വർണ്ണ ബൾബുകൾ, അലങ്കാരങ്ങൾ, സമയങ്ങൾ, ഭക്ഷണം, കുലാവി, ബിരിയാണി, എന്തൊക്കെ പരിപാടികളാണ്. നബിദിന ആശംസകൾ. ആ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയക്കാര് വരെ ആശംസകൾ, ആശംസകൾ. എന്തിനാണ് ആശംസകൾ? തിന്മക്കോ നന്മക്കോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് ഇതാ വരുന്ന തിങ്കളാഴ്ച, റബീഉൽ അവ്വൽ 12-ാം തീയതി. ആ റബീഉൽ അവ്വൽ 12-ാം തീയതി അതിനോട് അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ആളുകൾ തുള്ളുന്നത്, ഗാനമേള സംഘടിപ്പിക്കുന്നത്, ഓർക്കസ്ട്ര സംഘടിപ്പിക്കുന്നത് ഒക്കെ വേദനയോടുകൂടി കാണാം. ആരും അത് നോക്കാൻ വേണ്ടി പോകരുത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ പാതയോരങ്ങളിൽ കാത്തുനിൽക്കും. നമ്മൾ പങ്കെടുക്കരുത്. മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, വാത്സല്യത്തിന്റെ, ആദരവിന്റെ പേരിൽ നമ്മൾ പങ്കെടുക്കരുത്. ഒരനാചാരവുമായി നമ്മൾ അങ്ങോട്ട് എന്ന് പങ്കെടുക്കരുത്. ഏത് അനാചാരമായാലും, ഏത് ഉത്സവമായാലും, ആര് സംഘടിപ്പിക്കുന്നതായാലും ശരി, നമ്മൾ അങ്ങോട്ട് പോകരുത്. നമ്മൾ അങ്ങോട്ട് പോകരുത്. നമ്മളെ മുത്തുനബി മരിച്ച ദിവസം നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ജനിച്ച ദിവസം നമുക്ക് സന്തോഷമുണ്ട്. അത് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് വിൽക്കണം. അത് ആ തിങ്കളാഴ്ച നോമ്പ് വിൽക്കണം. നമ്മൾ അതിന്റെ പേരിലാണ് കഴിയുന്നതും കുറച്ചു നേരം ഒന്ന് ഭക്ഷണം മാറ്റിവെച്ചാൽ നമുക്ക് മുത്തുനബിയെ ആ വിഷയത്തിൽ സ്നേഹിക്കാൻ പറ്റും. സ്വലാത്ത് വർദ്ധിപ്പിച്ച്
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ മുടി മുതൽ അടി വരെ ഉള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചാലും അതിൽ സന്തോഷമൊന്നുമില്ല. ഇന്നലെ കുടുംബം ചേർക്കാൻ വേണ്ടി ഒരു യാത്ര നടത്തിയിരുന്നു. രാത്രി ഇശാക്ക് ശേഷം ഒരു കുടുംബക്കാരെ വീട്ടിൽ വെച്ച് ചെന്നപ്പോൾ അവിടെ 4 ബന്ധുക്കളും കുറെ നാട്ടുകാരും ഒരു വലിയ ഉസ്താദും ഒക്കെ വന്നിരിക്കുന്നു. കുലാവി വിതരണം ചെയ്യണം. ഇപ്പൊ എന്താന്ന് ചോദിച്ചു. 7 എന്താ മരിച്ചിന്റെ 7 മരിച്ചതിലുള്ള സന്തോഷ പ്രകടനമാണോ കുലാവി വിതരണം? ചെന്നപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചു പോകണം, കുലാവി കുടിക്കണം, കാവയുണ്ടത് കഴിക്കണം. അപ്പോ മാഷാ അല്ലാ ഒരു പ്രസംഗം നടത്താൻ അവിടെ അവസരം കിട്ടി. ധൈര്യമായിട്ട് അങ്ങ് പറയന്നെ. നമ്മള് ആരും ഒന്നും എതിർത്തില്ല. 3 കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 3ഉം 7ഉം ഉണ്ടാക്കിയിട്ടില്ല. മരിച്ചാൽ സന്തോഷമല്ല വേണ്ടത്. മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി മരിച്ച വീട്ടുകാർ നാട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ വെറുക്കപ്പെട്ട അനാചാരമാണ്. വെറുക്കപ്പെട്ട അനാചാരമാണ് എന്ന് 10 കിതാബ് 210 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ജാഫർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഷഹീദായപ്പോൾ പുറത്തിറങ്ങിയ റസൂലുള്ള പറഞ്ഞു വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതുകൊണ്ട് ഈ ഭക്ഷണം ആരും കഴിക്കരുത് എന്ന് ആ കഴിക്കുന്ന ആൾക്കാരോട് പറയാൻ സാധിച്ചു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ പറയണം. അള്ളാന്റെ ഭൂമിയാണിത്, വേറെ ആരുതുമല്ല. എങ്ങനെയപ്പ ഞാനത് പറയാന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പോ ഓണമോ ക്രിസ്മസോ അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ വിഷമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് കഴിയുന്നത്, ഇന്ത്യയിലാണ് കഴിയുന്നത്. നമ്മൾ സൗദി അറേബ്യയിലല്ല. ഇനി എവിടെയായാലും ശരി, മക്കത്താണല്ലോ അബൂജഹലും അബൂബക്കറും ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഒരു അനാചാരത്തിലേക്ക് അങ്ങോട്ട് പോകരുത്. പുണ്യത്തിലും തഖ്വയിലും സഹകരിക്കണേ. മാഇദ 2-ാമത്തെ ആയത്തിൽ പാപത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ സഹായ സഹകരണങ്ങൾ ഒരു അനാചാരത്തിനും ഉണ്ടാകരുത്. അത് സ്വന്തം ബാപ്പ മരിച്ചാലും കുടുംബക്കാര് മരിച്ചാലും ശരി, ആരുണ്ടാക്കിയാലും ശരി, പണമായി പണ്ടമായി പറമ്പായി അറയായി വിസയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനമുള്ള വിവാഹം പെങ്ങളതായാലും മകളതായാലും ശരി, നമ്മൾ അങ്ങോട്ട് പോകരുത്. കാരണം അത് തെറ്റാണ്, അത് തിന്മയാണ്. അപ്പോ നമ്മുടെ മുത്തുനബിയുടെ മരണം ദിവസം ജനിച്ചതിന്റെ പേരിൽ ഒരു പായസം നമ്മൾ കഴിക്കാൻ അങ്ങോട്ട് പോകരുത്. നമ്മൾ വഴിവക്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതാ കുടിച്ചോളി എന്ന് പറഞ്ഞാ സോറി, നമ്മളെ നബി മരിച്ച ദിവസമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ജനിച്ച ദിവസം തിങ്കളാഴ്ച നോമ്പെടുക്കലാ വേണ്ടത് എന്നും പറയാൻ നമുക്ക് സാധിക്കണം. ഇനിയുള്ളത് ഏതെങ്കിലും ഒരു അനാചാരത്തിന്റെ ദിവസം ഭക്ഷണം നോൺ വെജ് ആണെങ്കിൽ, ഇറച്ചിയാണെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് നമുക്ക് കഴിക്കാൻ പറ്റൂല. ബദരീങ്ങളാണ്ട്, മൊയ്തീൻ ശേഖന്റെ ആണ്ട്, മമ്പർത്തങ്ങളാണ്ട്, ഓമാര് ശോതാക്കളുടെ ആണ്ട്, അതേതായാലും ഭക്ഷണം ഉണ്ടാവും, അതിൽ ഇറച്ചി ഉണ്ടാവും. ഇറച്ചി നമുക്ക് കഴിക്കാൻ പാടില്ല. കാരണം അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ്. അത് കഴിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇനിയുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഇതല്ലാത്ത വല്ല മധുരപലഹാരങ്ങളോ മറ്റോ കൊടുത്തയക്കൂല. കാരണം നമ്മളെ വാപ്പാന്റെ പേരിൽ ആണ്ട് കഴിച്ചിട്ട് നമ്മൾ പങ്കെടുത്തിട്ടില്ല. അതൊക്കെ അറിയാവുന്ന നാട്ടുകാർ നമുക്ക് കൊടുത്തയക്കൂല. അഥവാ അങ്ങനെ ആരെങ്കിലും കൊടുത്തയച്ചാൽ കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ? പണ്ഡിതന്മാര് പറയുന്നത് മധുരപലഹാരങ്ങളോ മറ്റോ ഒക്കെയാണെങ്കിൽ കഴിക്കല്ലത് ഹറാമല്ല, ഒഴിവാക്കലാണ് വേണ്ടത്, അതിൽ സംശയമല്ല. പക്ഷേ കഴിവതും നമ്മൾ ഒഴിവാക്കണം. കാരണം സഹായിക്കലായി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. എങ്കിലും കൊടുത്തയച്ചാൽ അത് അങ്ങോട്ട് പോയി കഴിക്കുന്ന പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും നമുക്ക് വളരെ വലിയൊരു കടമ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ കടമ നിയമങ്ങൾ പഠിക്കുക, ദീൻ മനസ്സിലാക്കുക എന്നതാണ്. ആ ദീൻ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ്. മരിച്ച വീട്ടിൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും കാത്തുക്കണ്ടയില്ല. പല വീടുകളിലും മരിച്ച വീട്ടിൽ പിന്നീട് പട്ടിണിയാണ്, പ്രയാസമാണ്. എന്താ കാരണം? വീട്ടുകാരൻ പണിക്കൊന്നും പോകുന്നില്ല. എന്താ കാരണം? ആൾക്കാർ ഇങ്ങനെ ചെന്നിട്ട് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും പോകേണ്ട ആവശ്യമില്ല. 3 ദിവസമാണ് തഅസിയത്തുള്ളത്. അതന്നെ ആവശ്യമുണ്ടെങ്കിലാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് നാട്ടുവർത്താനം പറഞ്ഞതിന് പോരാളല്ല, ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കാനുമാണ്.
വെടിയും പറഞ്ഞ് പലജാതി കഥകളും പറഞ്ഞു പോരുക എന്നുള്ളതല്ല. അവിടെ കാണാ സിഗരറ്റും അനാവശ്യമായ സിഗരറ്റും മുറുക്കാനൊക്കെ വെച്ചിരിക്കുന്നു. അതൊന്നുമല്ല വേണ്ടത്. ഇവിടെ ഇതാ ഈ അനാചാരത്തിന്റെ എല്ലാവിധ കോപ്പുകളും പരിപാടികളും ഒക്കെ ഉണ്ടാകുന്നു. നമുക്കറിയാവുന്നവരോട് പറയണം, ഇത് ബിദ്അത്താണ്, അനാചാരമാണ്, ദുരാചാരമാണ്. അതിനേക്കാളേറെ ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അടി, ഇസ്ലാമിന്റെ കടക്ക് കത്തിവെച്ചത് മടവൂരൗലിയ അള്ളാഹുവാണ് എന്ന വാക്കാണ്. അപ്പൊ അള്ളാഹു എവിടെ? പിന്നെ അള്ളാഹു വേറെണ്ടോ? ഒരല്ലേ ഉള്ളൂ, അത് മടവൂരൗലിയാണെന്ന് പറയുന്നു. ഈ ഭീകരമായ ശിർക്കിനെതിരെ, അടിസ്ഥാന ശിർക്കിനെതിരെ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. ആൾക്കാരോട് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അള്ളാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. പാപികളാണ് റബ്ബേ, പുറത്തു തരണേ. പാവങ്ങളാണ്, ശക്തി പകരണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും മരണത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണം. ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹുവേ അനുഗ്രഹിക്കണം. മാതാപിതാക്കളോട്, മക്കളോട്, കുട്ടുകുടുംബാദികളോട് നല്ല നിലയിൽ പെരുമാറാൻ, അയൽവാസികളോട് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറാൻ റബ്ബേ അനുഗ്രഹിക്കണം. ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കാനും സംഭരിക്കാനും ചെലവഴിക്കാനും റബ്ബേ അനുഗ്രഹിക്കണം. ഹറാമായ എല്ലാവിധ മാർഗങ്ങളിൽ നിന്നും അള്ളാഹുവേ രക്ഷിക്കണം. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നികത്തിത്തരണേ. ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹുവേ ഹിദായത്ത് നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള എല്ലാവിധ ഹലാലായ കാര്യങ്ങളും ചെയ്യാൻ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ, ഫർളായ കാര്യങ്ങൾ ചെയ്യാൻ